ഇതില്ലാത്തൊരു സാധനമില്ല. കല്യാണം, ഏത് പരിപാടിക്കാണെങ്കിലും വണ്ടി മേടിച്ചാലും വണ്ടിയുടെ ടയറിന്റെ ഉപയോഗിക്കുന്ന ഒരു സാധനമാണിത്. എന്തൊക്കെ പലരും വന്ന് തോട്ടം കംപ്ലീറ്റ് ആയിട്ട് ഒരു വർഷത്തേക്ക് ഒക്കെ ചോദിക്കുന്നുണ്ട്, നമ്മൾ കൊടുക്കത്തില്ല. അപ്പൊ ഇതാണ് തമിഴന്മാരോട് വഴക്കുണ്ടാക്കി നമ്മുടെ രാജൻ ചേട്ടൻ ഉണ്ടാക്കിയ നാരകത്തോട്ടത്തില് നല്ല വിളഞ്ഞ നാരങ്ങ. സീസൺ ഇല്ല, അതാണ് ഏറ്റവും വലിയൊരു ഗുണം. ഇതിന്റെ ഗുണം എന്ന് പറഞ്ഞാൽ ഇതിന്റെ സ്റ്റൈല് കണ്ട, ഇതാണ് സ്റ്റൈല്. ഏത് കുഞ്ഞുനാളിൽ ഇതിന്റെ സ്റ്റൈൽ ഇതാണ്. തമിഴ്നാട്ടിൽ എന്ന് പറഞ്ഞാൽ ഈ കൊച്ചു നാളിലെ അത് പറിച്ച് എൻഡോസൾഫാനോ അല്ലെന്നുണ്ടെങ്കിൽ വേറെ എന്തോ ഇട്ട് പഴിപ്പിച്ച്. അപ്പൊ നമ്മൾ നിൽക്കുന്നത് ഒരു നാരകത്തോട്ടത്തിലാണ്. തമിഴന്മാർക്കുള്ള വാശിക്ക് സ്വന്തമായിട്ടൊരു നാരകത്തോട്ടം വെച്ച് പിടിപ്പിച്ച ഒരു ചേട്ടന്റെ കഥയാണിത്. കൊറോണ സമയത്ത് നാരങ്ങ വാങ്ങാൻ പോയപ്പം അമിത വിലയും കേടായ 4 നാരങ്ങ മാറ്റിത്തരത്തില്ലെന്നും പറഞ്ഞ തമിഴന്മാരുടെ ജാട കണ്ട് ഇനി നിന്റെ ഒന്നും നാരങ്ങ വേണ്ടാന്ന് പറഞ്ഞ് സ്വന്തമായിട്ടൊരു നാരങ്ങ തോട്ടം തന്നെ, അതായത് നാരകത്തോട്ടം തന്നെ വെച്ച് പിടിപ്പിച്ച ഒരു ചേട്ടന്റെ കഥയാണിത്. നമ്മുടെ ഒരു മലയാളി ചേട്ടന്റെ കഥ. ഇതാണ് ഞാൻ പറഞ്ഞ രാജുചേട്ടൻ. നമ്മുടെ നാട്ടിൽ വിളഞ്ഞ നല്ല നല്ല അടിപൊളി നാരങ്ങയാണിത്. അപ്പൊ രാജചേട്ടൻ കഥ പറയും. എങ്ങനെയാണ് രാജചേട്ടൻ ഈ ഒരു കൃഷിയിലോട്ട് വന്നത് എന്നുള്ള കാര്യങ്ങളെല്ലാം രാജചേട്ടൻ നമുക്ക് വേണ്ടി പറയും. നമ്മളൊരു ഗൾഫുകാരനായിരുന്നു. കൊറോണ സമയത്ത് ഇവിടെ ആയിപ്പോയി. അന്നേരം ഒരു 1.5 വർഷത്തോളം ഇവിടെ നമ്മൾ നിൽക്കേണ്ടി വന്നു. അന്നേരം കൊറോണയ്ക്ക് സമയത്ത് ഈ നാരങ്ങയ്ക്കും ഇഞ്ചിക്കും പിന്നെ മഞ്ഞളിനും കരിഞ്ജീരകത്തിനുമൊക്കെ നല്ല വില എന്ന് പറഞ്ഞാൽ ഇത് തിളപ്പിച്ച് വെള്ളം കുടിച്ചാൽ കൊറോണ വരത്തില്ലെന്ന്, ഒരു പ്രതിരോധശേഷി കൂടുതൽ കിട്ടുമെന്നുള്ളൊരു ചിന്ത വന്ന് അതിൻ്റെ പേരിൽ ആൾക്കാർ ഓടി നടക്കുവാണ് നാരങ്ങയ്ക്ക്. തമിഴ്നാട്ടിൽ നമ്മുടെ ബോർഡറും ക്ലോസ് ചെയ്ത് നാരങ്ങയില്ല. ഉള്ള തമിഴ്നാട്ടുകാർ നല്ല വില, ഏതാണ്ട് 275 രൂപ 300 രൂപ വേണമെങ്കിൽ കൊണ്ടുപോകും എന്നുള്ളൊരു സ്റ്റൈലും കച്ചവടക്കാർക്ക്. ഞാനും ചെന്ന് ചോദിച്ച് അന്നേരം 275 രൂപ കുറഞ്ഞ അവർ തരത്തില്ലെന്ന് പറഞ്ഞു. ഏതും ഒക്കെ സമ്മതിച്ച് വാങ്ങിയപ്പോൾ ഒരു 2 എണ്ണോ 3 എണ്ണോ അതിൽ കംപ്ലയിൻറ്റ് കണ്ട് ഞാനൊന്ന് മാറ്റിത്തരാൻ പറഞ്ഞിട്ട് അവർ തന്നില്ല. അതുപോലെ അവിടെ വെച്ചു. നമ്മൾ സ്ഥിരം മേടിക്കുന്നൊരു സ്ത്രീ ആയിരുന്നു. വെച്ചിട്ട് ഇനി പോകുന്നു. അന്ന് നമ്മളൊരു തീരുമാനം എടുത്തു, ഇനി നാരങ്ങ നമുക്കൊന്ന് നോക്കിയാലെന്തോ. ഇത് ഗൾഫ് നാടുകളിലൊക്കെ എല്ലാ തോട്ടത്തിലും ഉണ്ട്. അന്നേരം ചൂട് നമുക്ക് ബാധകമല്ല, ഒരു കാരണവശാലും ചൂട് ഇതിനെ ബാധിക്കത്തില്ല കാര്യം നമ്മൾ മനസ്സിലാക്കിയിട്ട് നമ്മുടെ ഫ്രണ്ട്സ്, ഈ ഗൾഫുകാർക്കൊരു ഗുണമുണ്ട്. ഫ്രണ്ട് സർക്കിൾ എന്ന് പറഞ്ഞാൽ ഇവിടം തൊട്ട് ഇന്ത്യ തൊട്ട് വലിയ സർക്കിളാണ്. നമ്മളിങ്ങനെ വാട്സപ്പിലൊന്ന് ഇട്ട് നോക്കി ആരെങ്കിലും ഉണ്ടോടാന്ന് ചോദിച്ചു. അന്നേരം പറഞ്ഞ് നമ്മുടെ തൃശ്ശൂർ നിന്നൊരു ഗ്രൂപ്പ് പറഞ്ഞ് നമ്മൾ ചെയ്തു തരാം, നമ്മൾ അറിയുന്ന ഒരു തോട്ടമുണ്ട്, നീ വന്ന് കൊണ്ടുപോയിക്കണമെന്ന് പറഞ്ഞു. വലിയ തോട്ടം അല്ല, ആന്ന് വന്ന് കൊണ്ടുപോയിക്കണമെന്ന് പറഞ്ഞു. അന്നേരം വണ്ടിയൊന്നും നമുക്ക് ജില്ല ടു ജില്ല വിടുന്നില്ല. ആ സ്പോട്ടിൽ വിടുന്ന ഒരു ലെറ്ററൊക്കെ ഒരാളെ മേടിച്ച് അങ്ങനെ നമ്മൾ തൃശ്ശൂർ ചെന്ന് അവരുടെ വീട്ടിൽ കളക്ട് ചെയ്ത് വെച്ചിരുന്നു. അത് നമ്മൾ എടുത്ത് കൊണ്ടുവന്ന് ഇവിടുന്ന് തമിഴ്നാട്ടിൽ നിന്നും കുറച്ച്, പിന്നെ പോകുന്നിടത്തു നിന്നെല്ലാം കളക്ഷൻ തുടങ്ങി. പിന്നെ ഈ ജോലിക്കാരെയൊക്കെ അനുവദിക്കുന്ന ഒരു സമയമുണ്ടല്ലോ പോലീസുകാർ, അന്നേരം നമ്മൾ നട്ടു. അങ്ങനെ മിക്സായിപ്പോയി. ഇത് എവിടുന്ന് എങ്ങനെ കിട്ടി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ ഒരു 2-3 കളക്ഷൻ ഉണ്ട്. അന്നേരം നമുക്കത് പറയാൻ ഒരു ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ അതോടുകൂടി ഒരു 6 മാസമായില്ല, ഒരെണ്ണം നാമ്പിട്ട് പൂവിട്ട് നമുക്ക് ഭയങ്കര സന്തോഷം. എടാ ഇതിപ്പോഴേ പൂവിട്ടല്ലോ, കാ പറിച്ചു, ഞാൻ പോകുന്നതിന് മുമ്പ് കായും പറിച്ചു, ഇതിൻ്റെ അച്ചാറ് വിട്ടു, വെള്ളവും കുടിച്ചു. അങ്ങനെ 1 2 പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാനങ്ങ് വീണ്ടും ഗൾഫിൽ പോന്നു. പൈതങ്ങൾ വീട്ടുകാരിയും ആത്മാർത്ഥമായിട്ട് നോക്കി. ചേച്ചിയാണ് ഇത് മൊത്തം? ചേച്ചിയുണ്ട്, 2-3 പിള്ളേരും ഉണ്ട്. അവർ അന്ന് കൊറോണ സമയത്ത് വീട്ടിലുണ്ട്. പിന്നെ അത് കഴിഞ്ഞപ്പോൾ നല്ല ഏണിങ്സ് വരാൻ തുടങ്ങി. ഞാൻ വന്നു ഇപ്പം ഏതായാലും നിന്ന് 2-2.5 വർഷമായിട്ട്. എത്ര സെന്റ് ഉണ്ട്? ഇത് ഏതാണ്ട് 1 ഏക്കറോളം ഉണ്ട്. കുറച്ച് മേളിൽ നമ്മൾ മാറ്റിയിട്ടിട്ടുണ്ട് തെങ്ങ് കാരണം. ബാക്കി കംപ്ലീറ്റ് നാരകമാണ്. ഇനി അതിന് എനിക്ക് വേറെ വസ്തുണ്ട്, അതിൻ്റെ അത് നാരകം നടണമെന്നുള്ളൊരു ചിന്തയാണ്. ഇത് നമുക്കൊരു സന്തോഷമാണ്. രാവിലെ നിങ്ങൾ വന്ന് കണ്ടപ്പോൾ ഇതിലുള്ള അവസ്ഥ ഉണ്ടല്ലോ, ഞാൻ രാവിലെ പറക്കാൻ വന്നതാണ്. ഒരു വഴിക്ക് പോകുന്നത് എങ്കിലും കയറി പറക്കുക, പറിക്കുക, നടക്കുക, ഇതൊക്കെയാണ് നമ്മുടെ ഒരു. ഇപ്പം മാർക്കറ്റ് 250 രൂപ ഓണം. ഇതില്ലാത്തൊരു സാധനമില്ല. കല്യാണം, ഏത് പരിപാടിക്കാണെങ്കിലും വണ്ടി മേടിച്ചാലും വണ്ടിയുടെ ടയറിന്റെ ഉപയോഗിക്കുന്ന ഒരു സാധനമാണിത്. പുതിയ ആൾക്കാർ വണ്ടി മേടിക്കുമ്പോഴേ ഒരു വീട് വെക്കുന്നുണ്ടെന്ന് തൊട്ട് കല്യാണമാണെങ്കിൽ എല്ലാത്തിലും നാരകം തന്നെയാണ് പ്രധാന കാര്യം. പിന്നെ ചൂട് കൂടുവാണെങ്കിൽ വില നാരങ്ങ ഇല്ലാതെ പറ്റത്തുമില്ല. ചൂട് കൂടുവാണെങ്കിൽ വില കൂടും. കല്യാണ സീസണിൽ ഇപ്പം നല്ല വിലയായിരുന്നു. ഈ ഓണ സീസണിന്റെ അച്ചാറും കല്യാണത്തിന്റെ തിരക്കും കാരണം നല്ല വിലയാണ്. എന്തൊക്കെ പലരും വന്ന് തോട്ടം കംപ്ലീറ്റ് ആയിട്ട് ഒരു വർഷത്തേക്ക് ഒക്കെ ചോദിക്കുന്നുണ്ട്, നമ്മൾ കൊടുക്കത്തില്ല. ഇപ്പം ചെറുനാരകം തന്നെ 3 ടൈപ്പ് ഉണ്ട്. ചെറിയ ചെറുനാരകമുണ്ട്, അതിൻ്റെ ഒരു സ്പെഷ്യൽ ഉണ്ട്. പിന്നെ വലുതുണ്ട്, പിന്നെ അല്ലാതുള്ള വൻപിച്ച നാരകങ്ങളും ഉണ്ട്. ഇതൊക്കെ നല്ല. ഇതിൻ്റെ ഒരു ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിക്കാം, ഇതേണ്ടോ, ഇതിപ്പം നിങ്ങൾക്ക് കാണാം പൂവാണ്. ഇത് ചെറിയ കാ, ഇത് അതിൻ്റെ വലിയ കാ. ഇതിപ്പം ഒരാഴ്ചയും കൂടെ കഴിയുമ്പോൾ നമുക്കിത് പറിച്ചെടുക്കാം. ഇതൊരു 2 ആഴ്ച കഴിയുമ്പോൾ പറിച്ചെടുക്കാം. ഇതൊരു 3 മാസം ആകുമ്പോൾ പറിച്ചെടുക്കാം. പൂവ്
വീണ്ടും ഇത് തന്നെ ഈ സർക്കിൾ ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കും. ഇതിന് സീസൺ ഇല്ല, അതാണ് ഏറ്റവും വലിയൊരു ഗുണം. നമുക്ക് നമ്മുടെ നാരകത്തിന് സീസൺ ഇല്ല, എന്നും നമുക്ക് കാ കിട്ടിക്കൊണ്ട് എപ്പോൾ ഇവിടെ ഇതിൻ്റെ അകത്ത് എന്നും പ്രോഫിറ്റ് ആണ്, എന്നും പ്രോഫിറ്റാണ്. എന്ന് എപ്പം നമ്മൾ ഇതിൻ്റെ അകത്ത് കയറിയാലും ഇതിന്റെ നാരങ്ങ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും. ഇതെല്ലാം കണ്ടാലും അറിയാം, ഒന്നിനും ഒരു വാട്ടോ ഇല്ല, ഒന്നുമില്ല. ഇപ്പം ഓണ സീസണിന്റെയും കല്യാണ സീസണിന്റെയും നല്ല രീതിയിൽ നമ്മളൊരു പറിപ്പ് കഴിഞ്ഞ് പറിച്ചു കഴിഞ്ഞ് വീണ്ടും അവർ കണ്ടോ, ഇത് കണ്ടോ, ഇതിന്റെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ വെയിറ്റ് കയറുമ്പോൾ കമ്പ് താപ്പിട്ട് പോകും. ഫ്ലെക്സിബിൾ കമ്പാണ്. നിങ്ങൾക്ക് തന്നെ അറിയാം, ഇപ്പം ഇത്രയും പൂവിന്റെ ആണോ എന്തോ, ഈ കാറ്റില്ലെങ്കിൽ ഇതിന്റെ അകത്ത് നല്ല സ്മെല്ലാണ്, നല്ല മണമാണ്, നല്ല മണമാണ്. ചെല്ലി ശല്യം വല്ലതും ഉണ്ടോ? ചെല്ലി അങ്ങനെയുള്ള ഒരു ശല്യങ്ങളും ഇല്ല, ഇതിനെ ഒന്നും ഉപദ്രവിക്കത്തില്ല. ഇതെന്നതുണ്ടോ, നമ്മൾ കാ പറിച്ച് ഡിസംബറിൽ അല്ല, ഇപ്പം ഈ ഓണത്തിന്റെ കായും കല്യാണത്തിന്റെ കായും ഒക്കെ പറിച്ചതിന് ശേഷം ഇപ്പൊ പൂക്ക് വരുന്നു. അടുത്ത സ്റ്റെപ്പ് ഈ സ്റ്റെപ്പ് ഇനി പറിച്ചോണ്ടിരിക്കും. ഇനിയിപ്പോ താപ്പിടും. ഈ ഒരു പൂവ് ഒരു കായായി മാറാൻ എത്ര 3 മാസം നമ്മൾ കറക്റ്റ് ആയിട്ട് ആദായം എടുക്കാം. ഇതുണ്ടോ, ഇവന്റെ വെയിറ്റ് എന്ന് പറഞ്ഞാൽ ഇതാണ് ഇതിന്റെ നാരകത്തിന്റെ ഒരു ഗുണം. അടിയിലാണ് ഇതിന്റെ കാ കിടക്കുന്നത്, അടിയിലാണ് കംപ്ലീറ്റ്. കമ്പിള് ഇത്രയും വെയിറ്റ് കയറുമ്പോൾ വെള്ളമാണല്ലോ നാരങ്ങ, വെയിറ്റ് കയറുമ്പോൾ ഈ കമ്പ് അങ്ങ് താഴ്പോവും എന്നും പറഞ്ഞ് ആദ്യമൊക്കെ നമ്മൾ ഉദവ് കൊടുക്കരുത്, നമുക്കറിയത്തില്ലല്ലോ ഇതിനെപ്പറ്റി. ഇപ്പം തന്നെ അത് ഇതായിക്കോളും. വളം നമ്മൾ ജൈവവളം അല്ലാതെ വേറെ ഒന്നും ഇടുന്നില്ല, ജൈവവളം മാത്രമേ ഉള്ളൂ, രാസവളം ഒന്നും ഇടുന്നില്ല. ഇത് തന്നെ ഇടുന്നത്, അല്ലാതെ നമ്മൾ അല്ലെങ്കിൽ കഴിഞ്ഞ ചൂട് ഇതെല്ലാം പോകേണ്ടത്. എന്നാൽ ഞാൻ വാട്ടർ സപ്ലൈ, നിങ്ങൾക്ക് കാണാമല്ലോ, വാട്ടർ സപ്ലൈ ഒന്നും ചെയ്തിട്ടില്ല, ഒന്നുമില്ല. പിന്നെ ഇതാണ് ഇതിന്റെ ഗുണം, നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ. ഇത് കാണുമ്പോഴാണ് നമുക്ക് ഏറ്റവും സന്തോഷം. പുതിയ കാ വരുന്നു, പുതിയ പൂ. എനിക്ക് നാരങ്ങ മേടിക്കാൻ പോയപ്പോൾ നാരങ്ങയ്ക്ക് വില കൂടിയപ്പം ഇവിടെ വീട്ടിൽ വന്നിരുന്ന് പറഞ്ഞു, ഒരു നാരങ്ങാത്തോട്ടം ഉണ്ടാക്കിയാൽ എന്താണ്. അപ്പം പിന്നെ ആദ്യം അത് നമ്മൾ അത്ര കാര്യമായിട്ട് എടുത്തില്ല, അതെങ്ങനെ സാധ്യമാകുമെന്ന് നമുക്കറിയത്തില്ലല്ലോ, ഇവിടെ ഒന്നും നമ്മൾ കണ്ടിട്ടുമില്ല. പിന്നെ ഒരു തീരുമാനമെടുത്ത് അതിൽ നിന്ന് പിന്മാറുന്ന സ്വഭാവമില്ല, അതുകൊണ്ട് കൂടുതൽ പ്രസ് ചെയ്യാൻ പോയില്ല, തന്നെ തീരുമാനിച്ചു. ഫ്രണ്ട്സുമായിട്ടൊക്കെ ഇടപെട്ടു, അങ്ങനെ നാരങ്ങ തൈകളൊക്കെ കളക്ട് ചെയ്തു. ഒരു മാസത്തെ വരുമാനം എന്ന് പറഞ്ഞാൽ ഒന്നാമത് ശാരീരിക സന്തോഷം ഭയങ്കരം, മാനസിക സന്തോഷം ഭയങ്കരം. പിന്നെ ഉള്ള ഒരു വരുമാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ നാട്ടുകാർക്കും വീട്ടുകാർക്കും ഈ ക്രിസ്തുമസിന് ഈ അയൽവക്കാരൊന്നും മേടിച്ചതായിട്ട് എനിക്ക് അറിയുന്നില്ല. ഏതാ നാരങ്ങ, നമ്മുടെ നാരങ്ങയാണ് അവർ അച്ചാറിട്ടെന്നാണ് പറയുന്നത്. അവർ വരുമ്പോഴേ ചിലർ ഇങ്ങനെ റോഡിൽ കൂടി ഇങ്ങനെ വന്ന്, രാജു നാരങ്ങ വല്ലതും ഉണ്ടോ എന്നൊരു ചോദ്യമേ ഉള്ളൂ, നമ്മൾ കൊടുക്കും. ഇതാണ് ഗണപതി നാരകം എന്ന് പറയുന്ന സാധനം. ഇതിൻ്റെ ഗുണമെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സ്റ്റൈല് കണ്ട, ഇതാണ് സ്റ്റൈല്. ഏത് കുഞ്ഞിനാളിൽ ഇതിൻ്റെ സ്റ്റൈൽ ഇതാണ്. വേണമെങ്കിൽ ഞാൻ വേറെ കാണിക്കാം. ഇതേണ്ട് കണ്ടോ, അതിൻ്റെ വലിപ്പം കുറഞ്ഞത് അതിനേക്കാളും. പിന്നെ വളർച്ച ഇങ്ങനെയാണ്, ആദ്യമേ ഒരു തട്ട്, രണ്ടാമതൊരു തട്ട്. ഇതിൻ്റെ പൂവിനും പ്രത്യേകതയുണ്ട്. ഇതെല്ലാം കായാവുന്ന പൂവാണ്, എല്ലാ മുട്ടകളും കായാവും, പൊഴിയത്തല്ല. അതാണ് ഈ നാരകത്തിൻ്റെ ഗുണം ഞാൻ കണ്ടെടുത്തുള്ളൂ. ഒറ്റയൊരു പൂവും നമുക്ക് ലാപ്സായി പോകത്തില്ല, അത് പൂത്തോ അത് കായ്ച്ചിരിക്കും. അതാണ് ഇതിൻ്റെ വലിപ്പമുള്ളത്. എവിടെ ഇന്നലെ പറിച്ചു കൊടുത്ത്. ഇതാണ് ഗണപതി നാരകത്തിൻ്റെ ഒരു ഷേപ്പ്, കുറച്ചുകൂടി വലിപ്പം വരും, കറക്റ്റ് നല്ല മഞ്ഞ കളർ വരും. ഇത് ആയുർവേദ ഡോക്ടർമാർ തിരക്കി നടക്കുന്ന എൻ്റെ 2-3 പേര് വിളിച്ച് ചോദിച്ച്, എൻ്റെ മോൻ്റെ കൂട്ടുകാരൊക്കെ ചോദിച്ച് 2-3 അവർക്ക് എന്തോ ആവശ്യത്തിന് കൊടുത്തു. എന്തിനാണെന്ന് അവർ പറയുന്നില്ല, എന്നാലും നമ്മൾ കൊടുത്തു. നമുക്കത് കുഴപ്പമില്ലല്ലോ, അവരവരുടെ കാര്യം നടക്കുന്നത്. എന്നാലും പറഞ്ഞ് ഇത് മൂടൊന്നും കളയല്ലേ, ഇത് ഏറ്റവും നല്ല സാധനം, ഞങ്ങൾക്ക് എപ്പോഴും ആവശ്യമുള്ള. പിന്നെ പ്രത്യേകിച്ച് ഈ അമ്പലങ്ങളിൽ ഇപ്പം ഗണപതി പൂജയൊക്കെ നടന്നതല്ലേ, ഗണപതി ഉത്സവം നടന്നതല്ലേ, അന്നേരം ഇത് ആവശ്യമുണ്ട്. പൂജകൾക്കും എല്ലാം ആവശ്യമുള്ള സാധനമാണ്. ഇതൊരു മൂടല്ല, വേറെ ഉണ്ട്. ഇതിന്റെ നല്ല കായും ഇവിടെ ഉണ്ട്, ഈ ഭാഗത്തുണ്ട്. ഇതിന്റെ വെയിറ്റ് കയറുമ്പോൾ ഈ കമ്പ് ഇവൻ താഴെ കൊണ്ടുപോകും. അതാണ് ആദ്യമേ നമുക്ക് പേടിയുണ്ടായിരുന്ന കമ്പൊടിയൊന്നും ഇല്ല, ഫ്ലെക്സിബിൾ ആണ്, ഇതിന്റെ കമ്പൊടിയത്തില്ല. കണ്ടോ, ഇതാണ് അടുത്ത്. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ രാത്രി കയറി കഴിഞ്ഞാൽ ഈ ഒരു കായും കാണത്തില്ല. എന്ന് പറഞ്ഞാൽ പച്ച കളറിൽ നിൽക്കും, പഴുത്ത് കഴിഞ്ഞാലേ മഞ്ഞ കളറുള്ളൂ. ഒരു കള്ളനും പറിക്കാൻ നോക്കും. കൊണ്ടുപോയി തന്നെ കയറിയ കിട്ടത്തില്ല അവർക്ക്. പറയൊക്കെ ഇല പറിക്കണോ കാ പറിക്കണോ എന്നുള്ള ചിന്ത അവർക്കില്ല. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, മറ്റുള്ള ഒരു ശല്യവും ഇല്ല. ഇത് നമ്മുടെ ചെറുനാരകം, ചെറുനാരകത്തിന്റെ മൂട് ഇതേണ്ട. ഇപ്പം 3 നാരകവും ഞാൻ ഒന്നുകൂടെ കാണിക്കാം ഇവിടെ. ഇത് നമ്മുടെ ചെറുനാരകം. ഇതുണ്ടായിരുന്നു, ഇതൊക്കെ നല്ല രീതിയിലുണ്ടായിരുന്നു. നമ്മുടെ നാരങ്ങ വലിപ്പക്കൂടുണ്ട്. തമിഴ്നാട്ടിൽ എന്ന് പറഞ്ഞാൽ ഈ കൊച്ചുനാളിലെ അത് പറിച്ച് നല്ല കൊച്ചുനാള് ഒരു അരപ്പര ആകുമ്പോഴേ അവർ പറിച്ച് എൻഡോസൾഫാനോ അല്ലെന്നുണ്ടെങ്കിൽ വേറെ എന്തോ ഇട്ട് പഴുപ്പിച്ച് അവർ നല്ല ഗ്ലേസിങ്, കണ്ടാൽ നല്ല കളറും നല്ല ഗ്ലേസിങ്. നമ്മുടെ ആൾക്കാർക്ക് അത് മതിയല്ലോ, അവരറിയുന്നില്ലല്ലോ ഇങ്ങനെ ഒരു സംഭവം. ഞാൻ ഇതിനെപ്പറ്റി ഒരു ശ്രമിച്ചപ്പോഴാണ് നമ്മളിത് പഠിക്കാൻ ശ്രമിച്ചപ്പോഴാണ് ഇതിനെപ്പറ്റിയൊക്കെ ഉള്ളൊരു അറിവ് നമുക്ക് കിട്ടുന്നത്. അവർ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇത് കണ്ടോ, ഇതിപ്പം അതൊരു മൂട് പിന്നെ താഴെയുണ്ട്. ഇത് ഇത്രയും വലിപ്പം, ഇത്രയും കാണത്തില്ല. ചെറുനാരകം നമ്മുടെ തമിഴ്നാട്ടിൽ ഇത്രയും കാണത്തില്ല. നീര് കൂടുതൽ നല്ലത്.
അപ്പൊ ഇതാണ് തമിഴന്മാരോട് വഴക്കുണ്ടാക്കി നമ്മുടെ രാജൻ ചേട്ടൻ ഉണ്ടാക്കിയ നാരകത്തോട്ടത്തിലെ നല്ല വിളഞ്ഞ നാരങ്ങകൾ. അപ്പം രാജൻ ചേട്ടാ എന്തോ ഉണ്ടേ പറിച്ചോട്ടോ. പറഞ്ഞു നിങ്ങളുടെ ആഗ്രഹം തീരെ പറിച്ചു. എൻ്റെ ഒരു പോളിസി എന്ന് പറഞ്ഞാൽ ഇവിടെ വരുന്നവരെല്ലാം നമുക്കൊരു ആകാംക്ഷയാണ് ഈ നാരങ്ങയൊക്കെ കാണുമ്പോൾ. നല്ല സന്തോഷം. എല്ലാം തമിഴ്നാട്ടിൽ അവിടെ ഇവിടെയൊക്കെയാണല്ലോ നാരങ്ങളുള്ളത്. ഇതിൻ്റെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഗ്ലേസിംഗ് ഉള്ളത് നിങ്ങൾ തമിഴ്നാട്ടിൽ അറിയുന്നത് വാങ്ങരുത്. അത് ഏറ്റവും പന്ന സാധനമാണ് എന്ന് പറഞ്ഞാൽ പന്നെന്ന് പറഞ്ഞാൽ നാരങ്ങയുടെ ഒരു മാസം പ്രായമായത് മേടിച്ച് വെച്ചിട്ട് ഇവർ എൻഡോസൾഫാനോ മറ്റ് അനധികൃതമായ വിഷങ്ങൾ വെച്ച് പഴിപ്പിക്കുന്ന ഒരു സാധനമാണ്. അതുകൊണ്ട് ഇതിൻ്റെ സെൻറ്റർ കണ്ടാൽ അറിയാം പ്രായമായതാണ്, ഒരുമാതിരി വിളഞ്ഞതാണെന്നുള്ള കാര്യം. ഇത് മാത്രമേ നോക്കി നിങ്ങൾ നാരങ്ങ എടുക്കാവൂ. ഇച്ചിരി പഴുത്തില്ലെങ്കിൽ പഴുക്കാത്ത നാരങ്ങയാണ് ഏറ്റവും നല്ലത്. അതാണ് ഞാൻ നിങ്ങളോട് കൃത്യമായിട്ട് ഈ വീട്ടുകാരോടൊക്കെ അല്ലെങ്കിൽ സ്ത്രീജനങ്ങളോട് പറയാനുള്ളത്. ഓക്കെ. അപ്പോൾ രാജേട്ടാ ഒരുപാട് സന്തോഷമുണ്ട് ഞങ്ങളോട് ഇത്രയും സമയം ചെലവഴിച്ചതിന്. അപ്പോൾ നമുക്ക് അടുത്ത ഒരു എപ്പിസോഡിൽ കാണാം.